നമസ്കാരം. ബീഹാർ ജനത എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ഏറ്റവും ദുഃഖകരമായ ഈ ചോദ്യവുമായി മാത്രമേ ബീഹാർ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഏത് റിപ്പോർട്ടും സാധ്യമാവുകയുള്ളൂ. കഴിഞ്ഞ 20 വർഷത്തിനിടെ 9 മാസം മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള കാലം മുഴുവൻ ഒറ്റ മുഖ്യമന്ത്രിയെ ബീഹാറിന് ഉണ്ടായിരുന്നുള്ളൂ. അത് നിതീഷ് കുമാറാണ്. ലാലു പ്രസാദ് യാദവിന്റെ കൂടെ കൂടിയും ബിജെപിയുടെ കൂടെ കൂടിയും സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്നത് നിതീഷാണ്. അതിനിടെ 2014 മെയ് മുതൽ 2015 ഫെബ്രുവരി വരെയുള്ള 9 മാസക്കാലം ജിതൻ റാം മാഞ്ചി മുഖ്യമന്ത്രിയായിരുന്നത് മാത്രമാണ് ഏക മാറ്റം. ഇനി നിതീഷ് അധികാരമേൽക്കുന്നതിന് മുമ്പുള്ള കാലമോ? ലാലു പ്രസാദ് യാദവും പങ്കാളി റാബറി ദേവിയും 1990 മുതൽ ലാലു കുടുംബവും നിതീഷും തന്നെയാണ് ബീഹാറിനെ ഭരിച്ചത് എന്ന് കാണാം. ഈ 35 വർഷം മതിയായിരുന്നു ബീഹാറിനെ കൈപിടിച്ചുയർത്താൻ. എന്നാൽ ഇപ്പോഴും ബീഹാറിന്റെ സാക്ഷരത നോക്കുക. 2011 ശേഷം സെൻസസ് നടന്നിട്ടില്ല. എന്നാലും 2025 നീതി ആയോഗ് കണക്കനുസരിച്ച് 61.83% മാത്രമാണ് സാക്ഷരതാ നിരക്ക്. രാജ്യത്ത് 73% പേർക്ക് സാക്ഷരതയുള്ളപ്പോഴാണ് ഈ അനുപാതം. മാതൃശിശു മരണനിരക്കിലും ആശുപത്രി സൗകര്യങ്ങളിലുമെല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്ഥിതിയാണ് ബീഹാറിൽ. ബീഹാറിൽ ദരിദ്ര ജനതയാണ് എന്നത് ശരി. അതിൽ നിന്ന് മോചിപ്പിക്കാൻ ഈ നേതാക്കൾ എന്ത് ചെയ്തു? സ്പോട്ട് ലൈറ്റിലേക്ക് സ്വാഗതം. ബീഹാർ വോട്ട് ചെയ്യേണ്ടത് ആരെ ജയിപ്പിക്കാൻ? ബീഹാറിലെ ആരോഗ്യ രംഗത്ത് നിന്ന് തുടങ്ങാം. ബീഹാറിലെ ജനസംഖ്യ അനുസരിച്ച് കിടത്തി ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങളുടെ കണക്കുണ്ട്. 6,42,501 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമാണ് ബീഹാറിൽ വേണ്ടത്. അവിടെ ആകെയുള്ളത് 30,857 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം മാത്രം. ഇന്ത്യയിൽ ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും കഴിഞ്ഞാൽ ജനസംഖ്യയിൽ മൂന്നാമതുള്ള സംസ്ഥാനമാണ്. 20 വർഷം ഭരിച്ച നിതീഷ് കുമാറിന്റെ കാലത്ത് ആശുപത്രി കട്ടിലുകളുടെ എണ്ണം കാര്യമായി കൂടിയിട്ടില്ല. ഒരു സർക്കാരിൽ നിന്ന് ജനത പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ അടിസ്ഥാന സൗകര്യമാണ് ആരോഗ്യ സംവിധാനം. ഇനി അതിലും ദയനീയമായ വേറൊരു കണക്കുണ്ട്. ബീഹാറിൽ വേണ്ട ഡയഗ്നോസ്റ്റിക് സെന്ററുകളുടെ എണ്ണം 12,850 ആണ്. നിലവിലുള്ളതോ ആകെ 83 എണ്ണം മാത്രവും. ഒരു രോഗം കണ്ടെത്താൻ പോലുമുള്ള സംവിധാനം ഒരുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണവും സംസ്ഥാനം എന്ന സംവിധാനവും? 38 ജില്ലകളുണ്ട് ബീഹാറിൽ. അവിടെ ആകെയുള്ളത് 10 സർക്കാർ മെഡിക്കൽ കോളേജുകൾ മാത്രമാണ്. സ്വകാര്യ മെഡിക്കൽ കോളേജോ വെറും 6 എണ്ണം മാത്രവും. ഒരു തരത്തിലുമുള്ള വളർച്ചാ സാഹചര്യവും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നില വരുന്നത്. സംസ്ഥാനത്തെ ജനതയെ മുഴുവൻ നിത്യ ദുരിതത്തിൽ കഴിയാൻ വിധിച്ചിരിക്കുകയാണ് ഈ ഭരണകൂടങ്ങൾ. കടമെടുക്കുന്നതും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതും നികുതിയായി കിട്ടുന്നതുമെല്ലാം എന്താണ് ഇത്ര കാലം മുഴുവൻ ചെയ്തത്? അവയൊന്നും നേർവഴിക്ക് വിനിയോഗിച്ചില്ല എന്നല്ലേ ബീഹാർ അനുഭവം കാണിക്കുന്നത്? വിദ്യാഭ്യാസത്തിലേക്ക് ചെല്ലുമ്പോൾ കാണാം സർക്കാരുകളുടെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിന്റെ വലിപ്പം. ബീഹാറിലെ 53.57% സ്ത്രീകളും അക്ഷരം പോലും അറിയാത്തവരാണ്. ഒരു ദിവസം പോലും സ്കൂളിൽ പോയിട്ടില്ലാത്തവരാണ് അവരിൽ ബഹുഭൂരിപക്ഷവും. അല്പമെങ്കിലും വിദ്യാഭ്യാസമുള്ളത് നഗരങ്ങളിലാണ്. ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ സ്ത്രീകളുടെ സാക്ഷരതാ നിരക്ക് 29.6% മാത്രമാണ്. 100 ഗ്രാമീണ സ്ത്രീകളെ എടുത്താൽ അവരിൽ 70%-നും അക്ഷരം അറിയില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കിഷൻഗഞ്ച് തൂക്കിയെടുത്തു, കിഷൻഗഞ്ചിൽ മലർത്തിയടിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ആ കിഷൻഗഞ്ചിലെ ആകെ സാക്ഷരതാ നിരക്ക് 31.02%. ഓരോ 100 പേരിലും 69 പേർ വിദ്യാഭ്യാസം നേടാത്തവരാണ് എന്നർത്ഥം. അരരിയൊക്കെ ഫലം വരുമ്പോൾ വലിയ ചർച്ചയാകുന്ന സ്ഥലമാണ്. അവിടുത്തെ സാക്ഷരതാ നിരക്ക് 34.92% മാത്രമാണ്. ഈ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് വായിച്ചറിയാത്തവരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അവർ കുത്തുന്നത് ചിഹ്നം മാത്രം നോക്കിയാണ്. ചിഹ്നമല്ലാതെ മറ്റൊന്നും അവർക്ക് അറിയുകയുമില്ല. ഈ വിധിയാണ് പ്രീ പോളും എക്സിറ്റ് പോളും കൊണ്ടൊക്കെ അളക്കാൻ ശ്രമിക്കുന്നത്. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് 39.7% അറിയണം. 8ാം ക്ലാസ്സിൽ പഠിക്കാൻ എത്തുന്നതിൽ 100 പേരിൽ 39 പേരും 10 ആകുന്നതിന് മുമ്പ് ക്ലാസ് വിടും. ഇനി 10ാം ക്ലാസ് എഴുതിയാലോ? ജയിക്കുന്നവർ 55.4% മാത്രമാണ്. തോൽക്കുന്നവർ പിന്നെ ഒന്നുകൂടി ശ്രമിക്കാൻ നോക്കുകയുമില്ല. ഈ ബീഹാറിനെ കുറിച്ചാണ് വോട്ട് ചോരി വിഷയം ജനം തള്ളിയെന്നോ കൊണ്ടെന്നോ ഒക്കെ പറയേണ്ടത്. അവർ ഈ നാട്ടിൽ നടക്കുന്നതൊന്നും അറിയുകയോ കാണുകയോ ചെയ്യുന്നില്ല. ശുചിമുറികൾ ഇല്ലാത്ത ബീഹാർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പോഴും വെളിയിടങ്ങളിൽ പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ജനതയിൽ നല്ലൊരു പങ്കും. സുരക്ഷിതമായി കുടിക്കാവുന്ന വെള്ളം പലർക്കും കിട്ടുന്നില്ല. ബീഹാറിലെ ആളോഹരി ഉൽപാദനം നോക്കുക. അത് 59,637 രൂപ മാത്രമാണ്. ദേശീയ തലത്തിൽ ആളോഹരി ഉൽപാദനം 1,24,600 ആണ്. എത്ര പിന്നിലാണ് ബീഹാർ എന്നറിയാൻ ഇതിനപ്പുറം കണക്കുകൾ വേണ്ട.
കേരളത്തിലെ ആളോഹരി ഉൽപാദനം 1,76,072 ആണ് എന്ന് മറക്കാതിരിക്കാം. ബീഹാർ എന്തുകൊണ്ട് വളരുന്നില്ല എന്ന് ചോദിച്ചാൽ ദരിദ്രരുടെ നാടായതുകൊണ്ട് എന്നല്ല ഉത്തരം പറയേണ്ടത്. അവിടെ ഭാവനാപൂർണമായി ഒന്നും നടപ്പാക്കുന്നില്ല എന്നതാണ് ശരിയായ ഉത്തരം. ബീഹാറിലെ 80% ജനതയും ജീവിക്കുന്നത് കൃഷി കൊണ്ടാണ്. പക്ഷേ ഉൽപാദനത്തിലേക്ക് ആ കൃഷിയുടെ സംഭാവന 25% മാത്രമാണ്. അത്ര ദയനീയമാണ് സ്ഥിതി എന്നർത്ഥം. 25% മാത്രം ഉൽപാദനം നടക്കുന്ന കൃഷിയെ ആശ്രയിച്ചാണ് 80% ജനങ്ങളും ജീവിക്കുന്നത്. അവിടെ വ്യവസായങ്ങളില്ല. വൻകിട വ്യവസായങ്ങൾ ഇല്ല എന്നതോ പോകട്ടെ, ചെറുകിട വ്യവസായങ്ങൾ പോലുമില്ല. വ്യവസായവൽക്കരണം നടന്നിരുന്നെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒന്നാമതെത്തുമായിരുന്ന സംസ്ഥാനമാണ് ബീഹാർ. ഇത്രയേറെ ജനസംഖ്യയുള്ളപ്പോൾ തൊഴിലാളികൾക്ക് ഒരു ക്ഷാമവും ഉണ്ടാകുമായിരുന്നില്ല. ജനതയുടെ ദാരിദ്ര്യവും മാറുമായിരുന്നു. കഴിഞ്ഞ 35 വർഷത്തിനിടെ ഭേദപ്പെട്ട ഒരു വ്യവസായവും ബീഹാറിൽ കൊണ്ടുവരാൻ കഴിയാത്ത സർക്കാരുകൾക്ക് തന്നെയാണ് ഈ തകർച്ചയുടെ പൂർണ്ണ ഉത്തരവാദിത്തം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അഥവാ ശിശുമരണ നിരക്കുണ്ട്. ഓരോ 1000 ജനനത്തിലും മരിക്കുന്നവരുടെ അനുപാതം. ബീഹാറിൽ അത് 29 ആണ്. ദേശീയ ശരാശരി 28. കേരളം പോലൊരു സംസ്ഥാനത്ത് അത് 5 മാത്രമാണ് എന്നറിയുമ്പോൾ മനസ്സിലാകും ബീഹാർ എത്ര താഴെയാണെന്ന്. മാതൃമരണ നിരക്ക് കേരളത്തിൽ 19 ആണ്, ബീഹാറിൽ 149. ആയുർദൈർഘ്യത്തിലും വലിയ കുറവ് ബീഹാറിൽ കാണാം. ആരോഗ്യ സംവിധാനങ്ങളൊന്നും ഒരുക്കാതെ, കുട്ടികളെ സ്കൂളിൽ അയക്കാതെ, വിദ്യാഭ്യാസം നിർബന്ധിതമാക്കാതെ എന്തിനായിരുന്നു ഇത്രയും കാലം ബീഹാറിൽ സർക്കാരുകൾ? കഴിഞ്ഞ 20 വർഷത്തെ നിതീഷ് ഭരണം തന്നെയാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടത്. രണ്ടാമത് സംസാരിക്കേണ്ടത് ലാലു കുടുംബമാണ്. നിതീഷ് ഭരണത്തിൽ കൂട്ടുത്തരവാദിത്തമുള്ള BJPക്കും ഒട്ടും മൗനം പാലിക്കാൻ കഴിയില്ല. ദരിദ്ര ജനതയായി നിലനിർത്തേണ്ടത് ചിലരുടെയൊക്കെ ആവശ്യമാണ്. അക്ഷരാഭ്യാസം ഉണ്ടായാൽ ജനതയ്ക്ക് തിരിച്ചറിവുണ്ടാകും എന്ന ഭയമാണ് ബീഹാറിലെ നേതാക്കളെ ഭരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിമാറ്റുന്നത് പോലും അറിയാത്ത ജനതയാണ് അവിടെയുള്ളത്. ഈ ജനതയോടാണ് ഇപ്പോൾ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ പറയുന്നത്. അവർക്കത് മനസ്സിലാകുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.